നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ട്രിവാൻഡ്രം അംബാസമുദ്രം റോഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഹൈവേ പ്രോജക്റ്റ്. ട്രിവാൻഡ്രം അംബാസമുദ്രം പ്രോജക്റ്റ് ഇതിനെപ്പറ്റി നമ്മൾ നമ്മുടെ വീഡിയോകളുടെ തുടക്കകാലത്ത് ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ലൈം ലൈറ്റിൽ നിന്നും പോയി. ആരും തന്നെ ഇത് പറഞ്ഞു കേട്ടതുമില്ല. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയാണ്, അല്ലെങ്കിൽ പോർട്ട് ഓഫ് ട്രിവാൻഡ്രമാണ്. ഈ ഒരു പദ്ധതി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒട്ടനവധി പുതിയ മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ പാതകൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നോണമാണ് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം റിംഗ് റോഡ് പണിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കുള്ള റോഡ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ മറ്റു പല റോഡുകളും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ തെങ്കാശി റൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ മലയോര മേഖലയാണ് നെടുമങ്ങാട് പാലോട് ആ റൂട്ട്, നമ്മുടെ തെങ്കാശി റൂട്ട് തന്നെയാണത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കൂടെ ഇനി ട്രെയിലർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ് റോഡ് വഴി നടക്കുമ്പോഴത്തേക്കും ഇവിടെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഒരു ഉത്സവമായിരിക്കും നമ്മുടെ തിരുവനന്തപുരത്തുകാർ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനെല്ലാം ഉതകുന്ന രീതിയിലൊരു റോഡ്. പക്ഷേ ട്രിവാൻഡ്രം അംബാസമുദ്രം റോഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല, അത് അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രോജക്റ്റാണ്. കാരണം ഈ ട്രിവാൻഡ്രം അംബാസമുദ്രം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇനി വളരാൻ പോകുന്ന നഗരമായ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് സിറ്റിയായ തിരുനെൽവേലി, അതുപോലെ തന്നെ മധുരൈ, ഇവിടെയെല്ലാം ഒട്ടനവധി ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ഭാവിയുണ്ട്. കാരണം നമ്മളെ വിഴിഞ്ഞത്തോടനുബന്ധിച്ച് ഈ ഏരിയകളെല്ലാം വികസിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഉള്ള വികസനത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് അതൊക്കെ ഉയരും. പക്ഷേ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, അതല്ല ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരേണ്ട ഒരു റോഡാണ് ട്രിവാൻഡ്രം അംബാസമുദ്രം റോഡ് എന്ന് പറയുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്നും തിരുനെൽവേലിയിലേക്കുള്ള ദൂരം 65 കിലോമീറ്ററോളം കുറയ്ക്കും. ചെറിയൊരു കാര്യമല്ല. അത് മാത്രമല്ല, നമ്മൾ തൂത്തുക്കുടി പോർട്ട് അങ്ങോട്ടേക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റുന്ന ആ ഒരു സമയപരിധിയെല്ലാം വളരെയധികം കുറയും. അത് അല്ലാത്ത രീതി, പക്ഷെ നമ്മൾ നാഗർകോവിൽ ചുറ്റി പോകണം, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 65 കിലോമീറ്റർ കുറയുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരു പോർട്ടായ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ഒരു സബ് പോർട്ടായ തൂത്തുക്കുടിയെ നമുക്ക് ലക്ഷ്യമിട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് വരുന്ന ഈ പറയുന്ന ട്രക്കുകൾക്കോ അല്ലെങ്കിൽ ട്രെയിലറുകൾക്കോ എല്ലാം തന്നെ. അതുപോലെ തന്നെ വാണിജ്യത്തിൻ്റെ, നമ്മളെ വാണിജ്യ തലസ്ഥാനം കോയമ്പത്തൂർ ആണെങ്കിൽ കോയമ്പത്തൂർ കഴിഞ്ഞാൽ തിരുനെൽവേലി വൺ ഓഫ് ദ, നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ കേന്ദ്രമാണ് തമിഴ്നാടിൻ്റെ. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധനം നമുക്കിവിടെ നടക്കും. ഇനി ഈ റോഡ് വർഷങ്ങളായി കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് കറക്റ്റ് തെളിവൊന്നുമില്ല. 1979 തൊട്ട് ഇത് പറഞ്ഞ് കേൾക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇത് ലൈം ലൈറ്റിലേക്ക് വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ സമ്പത്ത് 2013 ഇത് ടേക്കപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇതിന് വേണ്ട പ്രാരംഭ നടപടികൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2017 ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട റോഡാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ പ്രകൃതി ആഘാത പഠനം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ ന്യൂസിൽ വന്നു. ആ ന്യൂസിൽ വന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു റോഡ് കടന്നു പോകണമെങ്കിൽ നമ്മുടെ കാട്ടിനുള്ളിലൂടെ കുറച്ച് റോഡ് പണിയണം. അത് കൂടാതെ ഭൂഗർഭമായിട്ടും പണിയേണ്ടതായിട്ടുണ്ട്. ഭൂഗർഭമായിട്ട് പണിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ഫ്ലോറ ആൻഡ് ഫോണ ഇതിനെ നശിപ്പിക്കാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വാണിജ്യ സാധ്യതകളുള്ള, വളരെയധികം പൊട്ടൻഷ്യലുള്ള റൂട്ടാണിത്. ഇനി മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഈ റോഡ് പണിയുകയാണെങ്കിൽ ദയവ് ചെയ്ത് 30 മീറ്റർ ഒന്നും പിടിക്കരുത്. ഒന്നുകിൽ 60 മീറ്റർ അല്ലെങ്കിൽ 90 മീറ്റർ ഈ ഒരു ലെവലിൽ വേണം പിടിക്കാനായിട്ട്. അത്രയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേണം ഈ റോഡ് പണിയാനായിട്ട്. അത് റോഡ് മാത്രമല്ല, ഒരു റെയിൽ റോഡായിട്ട് പണിയണം. റെയിൽ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ലൈന് അങ്ങോട്ടേക്ക് ഇടുക. നമുക്കത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ട്രെയിൻസ് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. തിരുനെൽവേലി വരുന്ന ട്രെയിനൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, അതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് വളരെയധികം ഈസി ആയിട്ടും കുറച്ചുകൂടെ മെച്ചമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. മറ്റൊരു പാത വരികയാണ്. കൂടുതലും നമുക്ക് പ്രൈമറിലി ഇത് ഗുഡ്സ് മൂവ്മെൻറ്റ് തന്നെ ഉപയോഗിക്കാനും സാധിക്കും.
അതുപോലെ തന്നെ കമ്മ്യൂട്ടിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ നഗരങ്ങൾ വളരുമ്പോൾ ഇത് തമ്മിലുള്ള ദൂരപരിധി കുറയ്ക്കണം. ഈ ദൂരപരിധി കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ വികസനം എന്ന് പറയുന്നത് വളരെയധികം കൂടുകയും ചെയ്യും. അത് ഒരു നഗരത്തിന് മാത്രമല്ല, പല നഗരങ്ങൾക്ക് ആ ഒരു പദ്ധതി ഉപകാരപ്പെടും. വിഴിഞ്ഞം പദ്ധതി തന്നെയാണ് ഇവിടെ പറയുന്നത്. വിഴിഞ്ഞം പദ്ധതി മറ്റൊരു തലത്തിലേക്ക് കേരളത്തിനെ മാത്രമല്ല അയൽവക്കത്തുള്ള സംസ്ഥാനത്തെ കൂടി അത് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലാക്കാൻ സാധിക്കും. മറ്റു ജില്ലകളിലും വികസനം വരും, കൊല്ലത്തും വികസനം വരും, പത്തനംതിട്ടയിലും വികസനം വരും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ദൂരപരിധി നമുക്ക് കുറയ്ക്കണം. ദൂരപരിധി കുറയ്ക്കണമെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റോഡ് കണക്ടിവിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഈ ഒരു അംബാസമുദ്രം പ്രൊജക്റ്റ് ഏത് വഴിയാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട കോട്ടൂർ വഴിയാണ് ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാത ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് തിരുനെൽവേലിയുടെ അംബാസമുദ്രത്തിൽ ചെന്ന് എത്തിച്ചേരുന്ന രീതിയിലാണ്. അപ്പോൾ വളരെയധികം കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഉതകുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറും. ഒരു വൻ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റായിട്ട് മാറും. നമ്മൾ ഭാവിയിൽ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ എല്ലാ ഫേസസും കഴിയുമ്പോഴും, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് മറ്റു ചിലപ്പോൾ നൂതനമായ പല ആശയങ്ങളും കൊണ്ടുവന്ന് വീണ്ടും നമ്മുടെ കപ്പാസിറ്റി ഉയർന്നു എന്നൊക്കെ വരാം. അങ്ങനെയുള്ള പല പരിപാടികളും അദാനി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിച്ച് വളരെ മികച്ച രീതിയിൽ നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളും അതേപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് പോയാൽ നമുക്കിത് ഈസിയായിട്ട് നേടാവുന്നതാണ്. എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാവുന്നതാണ്. പുതുതായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ ഇതേപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രൈനാസ് രാജ് നിർത്തുന്നു. നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.